えー、えഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു 8000 അടി ഫീറ്റ് ടോപ്പിലാണ് ട്ടോ. വേറെ എവിടെയോ അല്ല, നീൽഗിരി ഹിൽസിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൗണ്ടൻ അറിയപ്പെടുന്ന ദൊട്ടപ്പെട്ട പീക്കിലാണ്. ഊട്ടിയിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 9 to 10 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് ട്ടോ നമ്മൾ ഈ ദൊട്ടപ്പെട്ട പീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ ദൊട്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കന്നഡ ആൻഡ് ബഡങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള വേർഡാണ്. ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിഗ് ഹിൽ അഥവാ ബിഗ് മൗണ്ടൻ എന്നാണ്. അപ്പോൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൗണ്ടൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു പേര് ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ വലിയ മരങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. അത് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ രാത്രി കാലങ്ങളിലും രാവിലെയും നല്ല മൃഗങ്ങളും വന്യജീവി മൃഗങ്ങളൊക്കെ കുറേ വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ സ്ഥലം. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്ന റോഡ് വളരെ നല്ല ഒരു റോഡായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മാത്രം ചെറിയ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അത്യാവശ്യം നല്ല റോഡായിരുന്നു. ഞങ്ങൾ ബൈക്കിനാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ വേണ്ടി പറ്റി. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളവിടെ എൻട്രൻസിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നിന്നൊരു ടിക്കറ്റ് പാസ് എടുക്കണം. അപ്പോൾ 2 വീലർ ആണെങ്കിലും കാറാണെങ്കിലും നമ്മൾ അതിനുവേണ്ടി പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവരൊരു സെൻസസ് പോലെയാണ് എടുക്കണത്. എത്ര പേര് അവിടെ എത്തി, എത്ര പേര് ട്രാവൽ ചെയ്തു എന്നുള്ള ഒരു സെൻസസാണ് ഇവരെടുക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങൾ, കുപ്പികളൊന്നും അങ്ങോട്ട് കടത്തി വിടില്ല. അഥവാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ അതൊന്നും ഒന്ന് കാണിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടിലേക്ക് എത്തിയപ്പോഴേക്കും കുറേ ടൂറിസ്റ്റുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പാർക്കിംഗ് സ്പോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് അതിൻ്റെ എൻട്രൻസ് പാർട്ടിൽ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ രാവിലെ വലുതായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴേക്കും ഉച്ചക്ക് നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി കുറേ കട അന്വേഷിച്ചു എന്നിട്ട് അവിടെ കടയൊന്നുമില്ല. അവിടെ ഉള്ളത് ഈ മിച്ചറും കടലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഏറ്റവും ബെറ്ററായിട്ട് ചോളം വരുന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 2 ചോളം ഒഴുങ്ങിയത് മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടി കഴിച്ചു. പിന്നെ അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കടന്നപ്പോഴേക്കും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലേക്ക് ആയിട്ട് നല്ല തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി കുറേ തുണികളും പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പറ്റിയ കുറേ ടോയ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കുറേയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള വഴിയാണ് ഈ കാണുന്നത്. വഴിയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ നമുക്ക്. കാരണം ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ സന്ദർശകരുടെ ഒരു തിരക്ക് ഭയങ്കര കുറവായിരുന്നു. ഒരു 4 മണി ടൈമൊക്കെ കഴിയുമ്പോഴാണ് ഭയങ്കര ക്രൗഡായിരിക്കും എന്നാണ് അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഒരു ടിക്കറ്റിങ്ങും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ അങ്ങനെ ടോപ്പ് വ്യൂവിലേക്ക് എത്തി. ഇതാണ് ഫസ്റ്റ് തന്നെ കാണുന്ന വ്യൂ കേട്ടോ. കിഡ്ലം വ്യൂ ആയിരുന്നു. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് സ്ഥലമുണ്ട്. പിന്നെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ ഗോപുരം കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫുള്ളായിട്ടുള്ള ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വ്യൂ കംപ്ലീറ്റ് കാണാം. ഇവിടെ ആൾക്കാർ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു.
ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആർച്ച് പോലത്തെ ഒരു സംഭവം കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയി നമ്മൾ ആ എൻഡിങ് പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് തമിഴ്നാട് ഫുള്ള് നമുക്ക് കാണാം കേട്ടോ. അതാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്ത് ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ചധികം നടക്കാനുണ്ട് നമുക്ക് ഇതിലൂടെ നടക്കാനായിട്ട്. അത്യാവശ്യം ആൾക്കാർ തിരിച്ചു വരുമ്പോഴൊക്കെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് തിരിച്ചിങ്ങോട്ട് കയറി വന്നത്. കാരണം ഇങ്ങോട്ടേക്കാണ് ആ ഒരു മലയുടെ കയറ്റം വന്നത്. ഇറക്കത്തിൽ നമുക്ക് ഇടയൊക്കെ നടക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. ഞങ്ങളങ്ങനെ അറ്റ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തി. അവിടെ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം മരങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു മലകളാണ് ഫുള്ളും കംപ്ലീറ്റ്ലി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നീൽഗിരി മലനിരകളും ഫുള്ള് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് മഴയും ഇതൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വന്ന സമയത്ത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം വെട്ടം ഉണ്ടായിരുന്നു. ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. ക്ലൈമറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേഗം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കടന്നു. പിന്നെ ഞങ്ങൾ കയറുന്നത് ഈ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണണമല്ല, അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറണം. കയറി കഴിയുമ്പോൾ തന്നെ അവിടെ പ്ലാസ്റ്റിക്സ് ഒന്നും അവിടെ ഇടരുത് എന്നൊക്കെ പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഉള്ളിലത്തെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ക്യാമറാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്ത് നല്ല ഒരു സീനറി ഫോട്ടോസ് കിട്ടും. നീൽഗിരി മലനിരകളാണ് ഈ കംപ്ലീറ്റ്ലി കാണുന്നതൊക്കെ. നൈസ് വ്യൂ ആണ്. നമ്മളങ്ങനെ കുറച്ച് നേരം നിന്ന് അവിടെ ഫുള്ള് എൻജോയ് ചെയ്ത് ആ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഞങ്ങളങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പായിട്ടാണ്. വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും ആളുകൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ആ ടൂർ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ തുടങ്ങി. പിന്നെ പോകുന്ന വഴിയാണ് തിരിച്ച് നമ്മൾ ആ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഒരു കാഴ്ച കണ്ടിട്ടാ. കാണുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വൈൽഡ് ബീസ്റ്റ് അഥവാ കാട്ടുപോത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന കാട്ടുപോത്തിന് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടാ. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഉള്ള ആൾ നമുക്ക് സമ്മതിച്ചില്ല. കാരണം അധികം നേരം അതിനെ സ്പോട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. ആ ഒരു ഏരിയയിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയയിൽ മൊത്തം കാട്ടിയായിരുന്നു കേട്ടോ. കാട്ടുപോത്തിനൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ റോഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് പുല്ല് കഴിക്കാനായിട്ട് വരുന്ന ഒരു ടൈമായിരുന്നു. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ മരങ്ങളും ആ ഉള്ളിലേക്കുള്ള ആ ഒരു പ്രദേശത്ത് മുഴുവൻ ഇവരാണ്ട കംപ്ലീറ്റ് ഇവരൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് കണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിയിട്ടായിരുന്നു.